എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഫ്രൈഡേയിലത്താണ്. രാവിലെ 6 മണിയായപ്പോഴേക്കും ഞാൻ എഴുന്നേറ്റു. കഴിഞ്ഞ ദിവസത്തെ ഒരു വ്ളോഗിൽ പറഞ്ഞായിരുന്നല്ലോ, അപ്പോൾ ലേറ്റായിട്ടാണ് എഴുന്നേക്കുന്നതെന്ന്. 5 മണിക്കുള്ളൊരു റുട്ടീൻ എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ലേറ്റായിട്ടാണ് എഴുന്നേക്കുന്നത്. പിന്നെ കഴിഞ്ഞ ദിവസം നമുക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് ഈ വീഡിയോ ഹൈപ്പ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ കമൻറ്റ് സെക്ഷനിൽ 2 ഡോട്ട്സ് കാണാം. അപ്പോൾ അതൊന്ന് റൈറ്റ് സൈഡിലേക്ക് ഒന്ന് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണും കേട്ടോ. അപ്പോൾ അതിൽ നിങ്ങൾ കൊടുത്താൽ മതി. അപ്പം എത്ര പോയിൻറ്റ്സ് ആണ് കൊടുക്കേണ്ടതെന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ ആ ഒരു ബോക്സിൽ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നിങ്ങൾ ഹൈപ്പ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ചാനൽ കൂടുതൽ പേരിലേക്ക് എത്തിപ്പെടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾ അതൊന്നും മറക്കാതെ ചെയ്തേക്കൂ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മാത്രം. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട്, ഇന്ന് വെള്ളിയാഴ്ച ആയ കാരണം കൊണ്ട് രാവിലെ വിളക്ക് വെക്കണം. പിന്നെ രാമായണ മാസം ആയതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് രാമായണം ഇങ്ങനെ യൂട്യൂബിൽ വെച്ച് കേൾക്കാറുണ്ട്. അപ്പോൾ എനിക്ക് വായിക്കാനായിട്ട് പറ്റത്തില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ കേൾക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ അടുത്ത് രാമായണത്തിൻ്റെ ബുക്കില്ല. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ലളിതാ സഹസ്രനാമമാണ് വായിക്കുന്നത് കേട്ടോ ഈ വെള്ളി ചൊവ്വ ദിവസങ്ങളിൽ. രാവിലെ എഴുന്നേറ്റ് വിളക്ക് വെച്ച് തുടങ്ങുന്ന ദിവസങ്ങളിൽ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ്. നല്ലൊരു ആക്റ്റീവായിട്ട് നമുക്ക് ഇരിക്കാനായിട്ട് പറ്റും. അന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയും തോന്നാറുണ്ട്. അപ്പോൾ ഇത് ആടി വെള്ളിയാണ്. അപ്പോൾ ആടിമാസത്തെ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയൊക്കെ ഏറെ പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ നിങ്ങളോട് ഒരിക്കൽ പറഞ്ഞിരുന്നല്ലോ. തമിഴ്നാട്ടിലുള്ളവർക്ക് അറിയാമായിരിക്കും അല്ലേ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ക്ഷേത്രത്തിൽ പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു അമ്മൻ കോവിലാണ് പോകുന്നത് കേട്ടോ. അപ്പം ഇതുവരെയ്ക്കും ഞാൻ ഈ ആടിമാസം തുടങ്ങിയതിന് ശേഷം ക്ഷേത്രത്തിൽ പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഹസ്ബൻഡിന് ഫ്രീ ആവുന്ന സമയത്ത് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ നമ്മളിങ്ങനെ കുറച്ച് നേരം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും. നമ്മൾ ഏത് മതത്തിലുള്ളവരാണെങ്കിലും നമുക്ക് ഇത് ഫോളോ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ ഓൾറെഡി ഫോളോ ചെയ്യുന്നവരായിരിക്കാം. അങ്ങനെ ഇല്ലാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്യാം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ എഴുന്നേറ്റ ഉടനെ തന്നെ ഇതുപോലെ അരി വെള്ളത്തിലിട്ടായിരുന്നേ. ഇന്ന് ഞാൻ മീൽ മേക്കർ ബിരിയാണിയാണ് ചെയ്യുന്നത്. ഞാൻ ഒരുപാട് വ്ളോഗിൽ ഇതിൻ്റെ ഡീറ്റെയിൽ റെസിപ്പി കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഞാനിന്ന് പറയുന്നില്ല. കുക്കറിലാണ് ചെയ്യുന്നത്. 1 പോട്ട് റെസിപ്പിയാണ്. അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എനിക്കാണെങ്കിൽ ഈ ഒരു ബിരിയാണി ചെയ്യാനാണ് കേട്ടോ ഇഷ്ടം. കാരണം പെട്ടെന്ന് റെഡിയാവുകയും ചെയ്യും. നമുക്കതിന് വേണ്ടിയിട്ട് ഒരുപാട് സമയം ആവത്തില്ല. കാരണം നമ്മുടെ അടുത്ത് ഓൾറെഡി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ അരച്ച് വെച്ചത് ഫ്രിഡ്ജിലിരിപ്പുണ്ട്. പിന്നെ വെജിറ്റബിൾ ബിരിയാണി ആണെന്നുണ്ടെങ്കിൽ തലേ ദിവസം ഞാൻ എല്ലാ വെജിറ്റബിൾസും കട്ട് ചെയ്ത് വെച്ചേക്കും. എന്ത് ബിരിയാണിയാണോ അത്. ഇതിപ്പോൾ നമുക്ക് മീൽ മേക്കർ ആയ കാരണം കൊണ്ട് രാവിലെ അത് വെള്ളത്തിൽ വേവിച്ചെടുത്താൽ മതിയില്ല. ഞാൻ സവോള അങ്ങനെ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാറില്ല. രാവിലെ എഴുന്നേറ്റിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. കാരണം വേറൊന്നുമല്ല, നമുക്ക് ബിരിയാണിക്കൊക്കെ ആണെങ്കിൽ വളരെ കുറച്ച് മതി. ഇന്നിപ്പോൾ നമുക്ക് സാലഡിനും അതുപോലെ ബിരിയാണിക്കും മതി. അപ്പോൾ ബിരിയാണി ഇവിടുത്തെ ചെന്നൈ സ്റ്റൈലിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറച്ച് സവാള മതി കേട്ടോ. ഈ ഒരു വലിയ സവാളയുടെ ഒരു 1/4 പോർഷൻ മതി നമുക്ക് സവാള. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരുപാട് സമയം എടുക്കത്തില്ല. പെട്ടെന്ന് അതങ്ങ് കട്ട് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാത്തത്. ചിലപ്പോൾ ചില സമയത്താണെങ്കിൽ ഞാൻ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഒരുപാട് ഇങ്ങനെ പൊളിച്ച് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചേക്കും. ഒരു ഗ്ലാസ് ബോക്സിനകത്ത് ഇട്ട് വെച്ചിട്ട് അടച്ച് വെച്ചേക്കുവാണ് ചെയ്യുന്നത്. എന്നിട്ട് നെക്സ്റ്റ് ഡേ തന്നെ ഞാനത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഉള്ളിയും സവാളയൊന്നും ഫ്രിഡ്ജിൽ അങ്ങനെ പൊളിച്ച് വെക്കരുതെന്നൊക്കെയാണ് പറയുന്നത് അല്ലേ. അപ്പം ഞാൻ ഇതുപോലെ അർജൻറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് ഇതുപോലെ ചെറിയ ഉള്ളി ഉപയോഗിച്ചിട്ടുള്ള എന്തെങ്കിലും കറി ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ പൊതുവിൽ ഞാനിങ്ങനെ രാവിലെ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ചെറിയ ഉള്ളി നമുക്ക് എന്തായാലും രാവിലെ നന്നാക്കിക്കൊണ്ടിരിക്കാനായിട്ട് പറ്റത്തില്ല അല്ലേ. അതുപോലെ വെളുത്തുള്ളി, ഇതൊക്കെ നമുക്ക് ഒരുപാട് സമയം പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളിങ്ങനെ പകൽ സമയത്ത് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ചെയ്ത് വെച്ചേക്കും. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇന്ന് മീൽ മേക്കർ ബിരിയാണി ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം മീൽ മേക്കർ ഉപ്പിട്ടൊന്ന് വേവിച്ചെടുത്തു. പിന്നെ ഇത് നല്ലപോലെ കുറേ വെള്ളത്തിൽ കഴുകിയെടുക്കണം കേട്ടോ. എന്നാലാണ് നല്ലപോലെ അതിൻ്റെ ഒരു സ്മെല്ല് പോയി കിട്ടത്തുള്ളൂ. ഒരുപാട് നേരം ഇട്ട് തിളപ്പിക്കരുത്. വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും അതൊന്ന് ഓഫ് ചെയ്തിട്ട് ഈ മീൽ മേക്കർ ഒന്ന് 5 മിനിറ്റോളം അതിലിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ട് നമ്മളിത് നല്ല വെള്ളം ഉപയോഗിച്ച് കഴുകി കളയുക. അതിനുശേഷം ഒരു 5-6 വെള്ളത്തിൽ കഴുകി കളഞ്ഞതിന് ശേഷമാണ് ഇതിലേക്ക് പൊടികൾ ചേർക്കേണ്ടത്. അപ്പം ഞാൻ ചില സമയത്ത് ഇങ്ങനെ പൊടികൾ ചേർത്ത് മാരിനേറ്റ് ചെയ്യാതെ തന്നെ ബിരിയാണി ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാനിതുപോലെ മാരിനേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ആ ഒരു മീൽ മേക്കറിനകത്ത്
എല്ലാ മസാലകളൊക്കെ പിടിച്ച് കിട്ടും. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ്, തൈര് ഇത്രയും ചേർത്തിട്ടാണ് മാരിനേറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് നെയ്യ് ഒഴിച്ച് കൊടുത്ത് ചൂടാകുമ്പോൾ അതിലേക്ക് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുത്ത്, ഞാൻ പറഞ്ഞില്ലേ കുറച്ച് സവാളയാണ് ഇതിന് വേണ്ടുന്നത്. സവാള ഇട്ട് വഴറ്റിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉപ്പും ഒക്കെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം മീൽ മേക്കർ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്നല്ല, അത് ഇതിലേക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ തക്കാളി അതുപോലെ ഒരെണ്ണം, ഒരു മീഡിയം സൈസിലുള്ളതാണ്, അതും കൂടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഞാനിപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഇന്ന് എടുത്തേക്കുന്നത് ബിരിയാണി അരിയല്ല കേട്ടോ. വീട്ടിൽ നമ്മൾ ചോറ് വയ്ക്കുന്ന ശിവാജി റൈസ് ഉണ്ടല്ലോ, ഹാഫ് ബോയിൽഡ് റൈസ് ഉണ്ട്, അതാണ് ഞാൻ എടുത്തേക്കുന്നത്. എൻ്റെ അടുത്തിപ്പോൾ ബാസ്മതി റൈസൊന്നും ഇല്ല, കൈമ റൈസും എല്ലാം തീർന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചില ദിവസങ്ങളിൽ ഇതുപോലെ നമ്മുടെ ചോറ് വെക്കുന്ന അരിയിലും ബിരിയാണി ചെയ്യാറുണ്ട് കേട്ടോ. ഇവിടുത്തെ പൊന്നി റൈസ് ഉണ്ടല്ലോ, അതാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിലും ഞങ്ങൾ ഉണ്ടാക്കി കഴിക്കാറുണ്ട് ഇതുപോലെ ബിരിയാണി റൈസ് ഇല്ലാത്തപ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇത്തവണ. പിന്നെ ഈസിയാണ് കേട്ടോ, എല്ലാം കൂടി കുക്കറിലിട്ടിട്ട് ഒരു 2 വിസിൽ കേൾപ്പിക്കുമ്പോൾ തന്നെ നമ്മുടെ ബിരിയാണി സൂപ്പറായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ് ബിരിയാണിയുടെ റെസിപ്പി. ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, അറിയാത്തവർക്കാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞത് കേട്ടോ. ഒരുപാട് വ്ലോഗിൽ ഞാനിത് ഷെയർ ചെയ്തിട്ടുള്ളതാണ്. കഴിഞ്ഞ ദിവസം എനിക്കൊരു കമൻറ്റ് വന്നിട്ടുള്ളതാണ്, എന്നെപ്പോലെ ആക്റ്റീവായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല, അപ്പോൾ വീഡിയോസൊക്കെ കണ്ടു തുടങ്ങുമ്പോൾ ഒരു മോട്ടിവേഷൻ കിട്ടും, അങ്ങനെ പോയിട്ട് ജോലി ചെയ്യും, പിന്നീട് ഒട്ടും ആക്റ്റീവ് ആവാൻ പറ്റുന്നില്ല എന്നുള്ളത്. അപ്പം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമെന്ന് പറയുന്നത്, ഇതേ പ്രശ്നം ഞാനും കുറേ ഫേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആക്റ്റീവായിട്ട് ഇരിക്കാനായിട്ട് നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ വെച്ച് നമ്മളെ കമ്പയർ ചെയ്യാനേ പാടില്ല കേട്ടോ. ഇപ്പം നമുക്ക് ചിലപ്പോൾ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായിരിക്കാം, നമുക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം, പല പ്രശ്നങ്ങളിലൂടെ ആയിരിക്കും നമ്മൾ കടന്നു പോകുന്നത് അല്ലേ, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ. ഇപ്പോൾ എൻ്റെ പ്രശ്നങ്ങളായിരിക്കില്ല നിങ്ങൾക്കുള്ളത്. അപ്പോൾ എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഒരിക്കലും പറ്റത്തില്ല കേട്ടോ. പക്ഷേ നമുക്ക് രാവിലെകളിൽ നമ്മൾ എത്രത്തോളം ആക്റ്റീവായിട്ടിരിക്കുമോ അത്രത്തോളം നമുക്ക് ആ ഒരു ഡേ പോസിറ്റീവ് ആയിരിക്കും. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ പകുതി പ്രശ്നം തീരും കേട്ടോ. അതുപോലെ തന്നെ എല്ലാവർക്കും രാവിലെ ആക്റ്റീവായിട്ടിരിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. ചിലരാണെങ്കിൽ ഈവനിങ് ആയിരിക്കുള്ളൂ ആക്റ്റീവ് ആവുന്നത്, ചിലപ്പോൾ ചിലർക്കാണെങ്കിൽ നൈറ്റ് ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയാണ് കേട്ടോ. എല്ലാവരും ഒരുപോലെ രാവിലെ ആക്റ്റീവായിട്ടിരിക്കുന്നവരല്ല. എന്നാലും പല പഠനങ്ങളും തെളിയിച്ചിട്ടുള്ളത് ഏർലി മോർണിംഗ് വേക്കപ്പ് എന്ന് പറയുന്നതാണ് വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ട് ഇരിക്കാനായിട്ട് സഹായിക്കുന്നതെന്ന്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ എപ്പോഴും ഒരു ടു ഡു ലിസ്റ്റ് പോലെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം നിങ്ങൾക്ക് ഇത്ര കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പറ്റുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എഴുതി വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടിയൊക്കെ ഒന്ന് ആക്റ്റീവായിട്ട് ഇരിക്കാൻ പറ്റും കേട്ടോ. പിന്നെ രാവിലെ നമ്മൾ ഒരുപാട് പണി ഇങ്ങനെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദിവസം മുഴുവനും നമ്മൾ ഒരുപാട് പണി എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം ആകുമ്പോഴേക്കും ശരീര സുഖമില്ലാതെ കിടക്കുന്നതിലും ഭേദം കുറേശ്ശെ പണികൾ ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. ഒരു വീട്ടമ്മയാണെന്ന് കരുതി വീട്ടിലിരിക്കുവാണെന്ന് കരുതിയിട്ട് എല്ലാ ജോലികളും അങ്ങനെ ഒരുമിച്ച് ചെയ്യാനായിട്ട് നിൽക്കരുത്. അപ്പോൾ കുറേശ്ശെ തന്നെ എല്ലാ പണികളും നമുക്ക് ചെയ്ത് തീർക്കാനായിട്ട് പറ്റും. പിന്നെ നിങ്ങൾക്ക് തീരെ വയ്യ, സുഖമില്ല, നിങ്ങൾക്ക് എന്നത്തെയും പോലെ ഒരു എനർജി ഇല്ല. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും എനർജി ലെവൽ എന്ന് പറയുന്നത്. ഇപ്പോൾ എൻ്റെ എനർജി ലെവൽ ആയിരിക്കില്ല നിങ്ങളുടേത്. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ കുറേശ്ശെ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് സുഖം ഇല്ലാതിരിക്കുവാണ്, പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ പണി അവിടെ കിടക്കട്ടെ, നിങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം പതിയെ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ എത്രത്തോളം ഒരു ജോയിൻറ്റ് ഫാമിലിയിൽ നടപ്പിലാവുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഞാൻ ഒക്കെ താമസിക്കുന്ന പോലെ ഇതുപോലെ ഒരു ന്യൂക്ലിയർ ഫാമിലി ആണെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡും മക്കളും നമ്മളും മാത്രമാണെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ നമ്മുടെ ഇഷ്ടത്തിന് ജോലികൾ ചെയ്യാൻ പറ്റും. പക്ഷേ എന്ന് കരുതി നമ്മൾ മടി പിടിച്ചിരിക്കുകയും ചെയ്യരുത് കേട്ടോ. നമ്മൾ കുറേയൊക്കെ നമ്മുടെ യുക്തിക്ക് അനുസരിച്ച് ചെയ്യുക. ഇന്ന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നാളത്തേക്ക് മാറ്റി വെക്കാം. പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് ജോലികൾ ചെയ്യുക. അത്യാവശ്യമുള്ള ജോലികൾ മാത്രം ആദ്യം ചെയ്ത് തീർക്കുക. നമ്മൾ എത്രയൊക്കെ ജോലി ഇല്ലയെന്ന് പറഞ്ഞാലും നമ്മൾ വീട്ടമ്മമാർക്ക് ഡെയിലി ചെയ്ത് തീർക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കാണുമല്ലേ. കുക്കിങ്, അതുപോലെ വെസൽ വാഷിങ്, അതായത് പാത്രം കഴുകുന്നത്, തുണി കഴുകുന്നത്, തുണി മടക്കുന്നത്, വീട് മോപ്പ് ചെയ്യുന്നത്, ഇങ്ങനത്തെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തേ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ അതൊന്നും ഒഴിവാക്കാനായിട്ട് നിൽക്കേണ്ട. പിന്നെ അല്ലാതെയുള്ള ഡീപ്പ് ക്ലീനിങ്ങോ മറ്റു ക്ലീനിങ്ങുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് മടി ഇല്ലാത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ കുറേശ്ശെ ഓരോ ദിവസമായിട്ട് ചെയ്തു പോകുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ കേട്ടോ. അപ്പോൾ ഒരിക്കലും ആക്റ്റീവ് ആവാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആരും വിഷമിക്കേണ്ട. എപ്പോഴും ആക്റ്റീവായിട്ട് ഇരുന്നാലും നമുക്ക് അസുഖങ്ങളൊക്കെ വന്നു പിടിക്കും. അപ്പോൾ കുറേശ്ശെ റെസ്റ്റ് എടുത്തൊക്കെ ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഈ പറയുന്ന പോലെ ഞാനും എല്ലാ ദിവസവും അത്രത്തോളം അങ്ങനെ ആക്റ്റീവായിട്ടൊന്നും അല്ലാട്ടോ ഇരിക്കുന്നത് എന്ന് കരുതി എനിക്ക് ഒരുപാട് മടി പിടിച്ചിരിക്കാനും പറ്റത്തില്ല. കാരണം എന്നിവിടെ സഹായിക്കാനോ എൻ്റെ കാര്യങ്ങൾ നോക്കാനോ ഒന്നും ആരും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്യുന്നത്. അതേപോലെ എനിക്ക് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും റെസ്റ്റ് എടുക്കും. ചില ദിവസങ്ങളിൽ ഞങ്ങൾക്ക്
നമുക്ക് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് തോന്നും. ചിലപ്പോൾ എന്നോട് ഹസ്ബൻഡ് ഇങ്ങോട്ട് പറയും പുറത്തുനിന്ന് കഴിക്കാമെന്ന്, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെടും. അപ്പം നിങ്ങൾ കാണുന്ന പോലെ എപ്പോഴും ആക്റ്റീവായിട്ടല്ല ഞാനും ഇരിക്കുന്നത്. പിന്നെ ഞാൻ എന്തുകൊണ്ടാണ് മടി പിടിച്ചിട്ടുള്ളൊരു റൊട്ടീൻ ഞാൻ ഷെയർ ചെയ്യാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഓൾറെഡി ഒരു ഡീമോട്ടിവേഷനിൽ ഇരിക്കുമ്പോൾ എൻ്റെ വീഡിയോയും കൂടി കണ്ടിട്ട് കൂടുതലും മടിയാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇതുവരെയ്ക്കും ഞാൻ ഷെയർ ചെയ്തിട്ടില്ല. പിന്നെ ചില സമയത്ത് നമുക്കിങ്ങനെ ഒരുപാട് ജോലികൾ ചെയ്യണമെന്ന് തോന്നും അല്ലേ, പക്ഷേ ആ സമയത്ത് നമ്മുടെ ശരീരം പറയും ജോലി ചെയ്യണമെന്ന്, പക്ഷേ മനസ്സ് ഒട്ടും അനുവദിക്കത്തില്ല. ചില സമയത്ത് അങ്ങനെയല്ല, ശരീരത്തിനായിരിക്കും പ്രശ്നം, മനസ്സിൽ ഒട്ടും നമുക്ക് ക്ലീനിങ്ങോ അല്ലെങ്കിൽ മറ്റു വീട്ടു ജോലികളോ ചെയ്യാനായിട്ട് ഒട്ടും താല്പര്യം കാണത്തില്ലല്ലേ. അപ്പം ഇതൊക്കെ ഓരോരുത്തരുടെ ഒരു മൈൻഡ് സെറ്റ് അനുസരിച്ചാണ് കേട്ടോ ഇരിക്കുന്നത്. എപ്പോഴും നമുക്ക് ആക്റ്റീവായിട്ട് ഇരിക്കണം എന്ന് നമ്മൾ വാശി പിടിക്കരുത്. നമ്മുടെ അസ്വസ്ഥതകൾ എന്താണെന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുവാണ് വേണ്ടത് കേട്ടോ. അതുപോലെ തന്നെ മറ്റുള്ളവരെ വെച്ച് ഒരിക്കലും നമ്മൾ കമ്പയർ ചെയ്യരുത്. എല്ലാവരും അവരുടേതായ രീതിയിൽ ബെസ്റ്റ് ആണെന്ന് തന്നെ വിശ്വസിക്കുക കേട്ടോ. എനിക്കുള്ള കഴിവുകളായിരിക്കില്ല നിങ്ങൾക്കുള്ളത്, എൻ്റെ അവസ്ഥകളായിരിക്കില്ല നിങ്ങളുടേത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും ഓരോ രീതിക്കായിരിക്കും കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ പറ്റുന്നത്. ചിലരാണെങ്കിൽ ഈ ക്ലീനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്ത് സമാധാനത്തിൽ പതിയെ ചെയ്യുന്നവരായിരിക്കും. കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും നല്ല സൂപ്പറായിട്ടായിരിക്കും അവർ ചെയ്യുന്നത്. ചിലരാണെങ്കിൽ അങ്ങനെ ആയിരിക്കത്തില്ല, പെട്ടെന്ന് ക്ലീൻ ചെയ്യും. അപ്പം അങ്ങനെയാണ്, പലതരത്തിലാണ് നമ്മുടെയൊക്കെ സ്വഭാവം അല്ലേ. ഞാൻ ഇതിനിടയിൽ തന്നെ ബിരിയാണിയൊക്കെ വെച്ച് ആമിക്ക് കൊടുത്ത് വിട്ടിട്ട് നേരെ ഞാനും ഹസ്ബൻഡും കൂടി ഇതുപോലെ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ളൊരു അമ്മൻ കോവിലാണ്. അപ്പോൾ ഇവിടെ ആടി വെള്ളി ആയതുകൊണ്ട് ഭയങ്കര വിശേഷമാണ്. ഇവിടെ പൊങ്കാലയൊക്കെ ഇടുന്നുണ്ട്. ഭയങ്കരമായിട്ട് നല്ല രസമായിരുന്നു കേട്ടോ, നല്ലൊരു വൈബായിരുന്നു. അപ്പോൾ ഇതിനകത്ത് കയറിയപ്പോൾ തന്നെ ലക്ഷ്മി സഹസ്രനാമോ ലളിതാ സഹസ്രനാമോ ഒക്കെ ആൾക്കാരിങ്ങനെ ചൊല്ലുന്നുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ക്ഷേത്രത്തിൽ നിന്ന് പൂവൊക്കെ കിട്ടി. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയി കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് സാറ്റർഡേ ആണ് വീഡിയോ എടുത്തത്. സാറ്റർഡേ ഈവനിങ് ആയപ്പോൾ ഞങ്ങളൊന്ന് പുറത്ത് പോയി. കുറച്ച് ദിവസമായി ഇങ്ങനെ പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട്, ആമിയം കൊണ്ട് എക്സാം ആയ കാരണം കൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയൊന്നും പോയിട്ടില്ല. ഞങ്ങൾ സുമതി വളവെന്ന് പറയുന്ന സിനിമ ഉണ്ടല്ലോ, അത് കാണാനാണ് വന്നത്. അപ്പോൾ ഞങ്ങളുടെ ട്രിവാൻഡ്രത്തിൽ ഇത് ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയുടെയൊക്കെ വീടിൻ്റെ അടുത്താണ് ഈ ഒരു സ്ഥലം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്റ്റോറിയൊക്കെ ഹസ്ബൻഡൊക്കെ കുഞ്ഞിലേ കേട്ടിട്ടുള്ളതാണ് കേട്ടോ. എപ്പോഴും ഞങ്ങൾ ഇവിടെ ഇരുന്ന് പറയാറുണ്ട്. അപ്പോൾ ഇത് സിനിമയാക്കിയപ്പോൾ അന്ന് കാണുമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം, അങ്ങനെ വന്നതാണ്. പക്ഷേ ഇവിടെ വന്ന് കണ്ടപ്പോഴേക്കും കൊണ്ട് ഞാൻ കുറച്ചൊക്കെ പേടിച്ചു. പക്ഷേ ഹസ്ബൻഡിന് പേടിയൊന്നും ആയില്ല എന്ന് പറഞ്ഞു. പിന്നെ നല്ല കോമഡിയാണ് ഈ സിനിമ, അത്യാവശ്യം നല്ല സിനിമയാണ് കേട്ടോ. ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ഹൗസ്ഫുള്ളായിരുന്നു കേട്ടോ. തിയേറ്ററും നല്ല അടിപൊളി ആംബിയൻസ് ആയിരുന്നു. ഞങ്ങൾ രോഹിണി തിയേറ്ററിലാണ് പോയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് തിരികെ വരുന്ന വഴിക്ക് ഞങ്ങളിതേ ഇവിടെ കോറ ഫുഡ് സ്ട്രീറ്റിലൊന്ന് കയറിയിട്ടുണ്ട്. ഇവിടെ അണ്ണാനഗറിൽ നമുക്ക് അടുത്ത് ഇത് തന്നെയാണ്. നമ്മളെന്തായാലും കുറച്ച് ദിവസം ആയല്ലോ പുറത്ത് വന്നിട്ട്, അപ്പോൾ ആമിക്ക് എന്തെങ്കിലും മേടിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴേക്കൊണ്ട് ഒരു വീഗൻ ഷോപ്പ് കണ്ടായിരുന്നേ. അപ്പോൾ ഇതിനകത്ത് തന്നെ ഉള്ളതാണ്. അപ്പം ഇവിടെ കയറിയിട്ട് എന്തെങ്കിലും കഴിക്കാം. അപ്പം ഞാനും ലൈഫിൽ ആദ്യമായിട്ടാണ് വീഗൻ പ്രോഡക്റ്റ്സ് ഒന്നും ഞാൻ കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഇതിനെക്കുറിച്ച് അറിയുന്നത് തന്നെ ഹസ്ബൻഡ് പറഞ്ഞപ്പോഴാണ്. അപ്പോൾ എനിക്കറിയത്തില്ലായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ടെന്നൊന്നും. ഞങ്ങളങ്ങനെ അവിടെ നിന്ന് ഒരു ചായയും ഒരു സമോസയാണ് പറഞ്ഞത് കേട്ടോ. വീഗൻ ഫുഡ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, പ്ലാന്റ്സ് കൊണ്ട് മാത്രം ചെയ്യുന്ന ഫുഡ് ഐറ്റംസ് ആണ്, അല്ലാതെ ആനിമൽസിൻ്റെ ഒന്നും അവർ യൂസ് ചെയ്യാറില്ല. പാലൊക്കെ ആണെങ്കിലും സോയാ മിൽക്ക്, ആൽമണ്ട് മിൽക്ക് അതൊക്കെയാണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ ഇവിടെ വന്ന് ഒരു സമോസയും പറഞ്ഞു, അതുപോലെ തന്നെ ഒരു ടീ ആണ് പറഞ്ഞത്. മസാല ടീ ആണ് കേട്ടോ പറഞ്ഞത്. അപ്പം മസാല ടീ എനിക്ക് കുടിച്ചപ്പോഴേക്കും നമ്മൾ സാധാരണ മറ്റേ പാലിൻ്റെ ചായ പോലെ അങ്ങനെയല്ല, അതായത് കൗ മിൽക്ക് പോലെ അല്ല. ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ ഇല്ലെന്നൊന്ന് പറയുക കേട്ടോ കമൻസിൽ. അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത് കേട്ടോ. അപ്പം എനിക്കിതിൽ കുറച്ച് എണ്ണമയം ഉള്ളതുപോലെ തോന്നി. നമ്മൾ ഈ ഒരുപാട് നട്ട്സും ബദാമൊക്കെ കഴിക്കുമ്പോൾ നമുക്കൊരു ഫ്ലേവർ വരത്തില്ല, അതുപോലെ ഇരുന്നു. പിന്നെ സമോസ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇത് ഒരു സ്പെഷ്യലായിട്ട് എനിക്ക് തോന്നി. ഇത് ലീഫി സമോസയാണ് കേട്ടോ. എന്തോ ഒരു സ്പിനാച്ചോ എന്താണെന്ന് അറിയത്തില്ല, എന്തോ ഒരു ലീഫ് വെച്ച് ചെയ്തേക്കുന്ന ഒരു സമോസയാണ്. കുറച്ച് ഹെൽത്തി ആയിട്ട് തോന്നി, അതുകൊണ്ടാണ് ഞങ്ങളിത് എടുത്തത്. അങ്ങനെ ഞങ്ങളത് ഇവിടെ നിന്ന് കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോവാണ്. ഞങ്ങൾ സിനിമയ്ക്ക് ബുക്ക് ചെയ്തത് ഒരു 4 മണിയുടെ ഷോയാണ് ബുക്ക് ചെയ്തത്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും ഏകദേശം ഒരു 8-9 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പം രാത്രി സമയത്ത് നമ്മുടെ ഈ ഒരു ചെന്നൈ സിറ്റി കാണാൻ സൂപ്പറാണെന്ന് ഞാൻ എപ്പോഴും പറയാറില്ലേ. അപ്പം നൈറ്റ് യാത്രകൾ ഞങ്ങൾക്ക് ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാനത് ഒരുപാട് വ്ളോഗിൽ പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഇതേ നോക്കിയാൽ നല്ല അടിപൊളിയായിട്ട് കിടക്കുകയാണ് കേട്ടോ. നമ്മൾ എന്തായാലും വീക്ക് ഡേയ്സ് ഫുള്ള് വീട്ടിലിരിക്കുമല്ലേ, പ്രത്യേകിച്ച് വീട്ടിലെ പണികളും എല്ലാം ചെയ്തിട്ട് ഒന്ന് വീക്കെൻഡിൽ പുറത്തിറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ആശ്വാസം ഉണ്ടല്ലോ, അത് ഒന്ന് വേറെ തന്നെയാണ്. പക്ഷേ എനിക്കാണെങ്കിൽ വീട്ടിലിരിക്കാനാണ് കേട്ടോ ഇഷ്ടം. എൻ്റെ ഹസ്ബൻഡിനാണ് ഇങ്ങനെ പുറത്തൊക്കെ പോകാൻ
പോകാനൊക്കെ ഇഷ്ടമുള്ളത്. അപ്പോൾ എന്നെപ്പോലെ ആവണ്ട നിങ്ങൾ എന്തായാലും ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുന്നവരാണെങ്കിൽ വീക്കെൻഡുകളിൽ ഒന്ന് പുറത്തിറങ്ങാനായിട്ട് ശ്രമിക്കുക കേട്ടോ. എന്തെങ്കിലും വെജിറ്റബിൾസ് മേടിക്കാനോ അല്ലെങ്കിൽ പാർക്കിലോ ബീച്ചിലോ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കുറച്ച് നേരം ഫാമിലിയായിട്ട് പോയിരുന്ന് സ്പെൻഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സമാധാനവും സന്തോഷവും എന്ന് പറയുന്നത് വേറെയാണ്. ശരിക്കും പറഞ്ഞാൽ മൺഡേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ളൊരു എനർജിയും കൂടിയാണല്ലേ വീക്കെൻഡിലുള്ള ഔട്ടിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്നപ്പോഴേക്കൊണ്ടൊരു പാഴ്സൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെ കാര്യമൊന്നും പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഹസ്ബൻഡ് എനിക്കിത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്ത് തന്നത് കേട്ടോ. അപ്പം കുറേ ആയിട്ട് എന്നോട് നീതു എപ്പോഴും പറയാറുണ്ട് അലുമിനിയം കുക്കർ മാറ്റിയിട്ട് സ്റ്റീൽ മേടിക്കാനായിട്ട്. അപ്പം അങ്ങനെ വലിയ കാര്യത്തിൽ മേടിച്ചാണ് കേട്ടോ. ഇപ്പോഴാണ് നമുക്ക് മേടിക്കാനുള്ളൊരു സൗകര്യം കിട്ടിയത്. അപ്പം മേടിച്ച് ഇവിടെ വീട്ടിൽ വന്നപ്പോഴേക്കും അത് പാഴ്സൽ ബോക്സ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ചെറിയൊരു ഒടിവും ചതവും ഒക്കെ തോന്നിയായിരുന്നു എനിക്ക്. അപ്പം ഞങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇരുന്നത് ഇനിയിപ്പോൾ ഇത് അകത്തുള്ളതെല്ലാം പോയി കാണുമെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ സംഭവിച്ചേട്ടാ. ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴേക്കും ഉണ്ട് കുക്കർ ഇതുപോലെ അതിൻ്റെ ഹാൻഡിൽ ഇങ്ങനെ ഒടിഞ്ഞിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ വാഷർ ഇടുന്നതുണ്ടല്ലോ അത് ലൂസാണ്, ആ ഒരു വയറിൻ്റെ ഒരു സംഭവം വാഷർ. പിന്നെ എൻ്റെ അടുത്താണെങ്കിൽ ഈ ഒരു ടൈപ്പിലുള്ള കുക്കറല്ല ഇരിക്കുന്നത്. ഞാൻ ഇങ്ങനത്തെ ഇതുവരെയും യൂസും ചെയ്തിട്ടില്ല. അപ്പം അതിൻ്റെ ഒരു ലിഡ് ഉണ്ടല്ലോ അത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുന്നതും ഇല്ല. അങ്ങനെ ആകെ പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ ഇതെന്തായാലും റിട്ടേൺ കൊടുത്തേ പറ്റുള്ളൂ. PGൻ്റെതാണ് ഞങ്ങൾ എടുത്തത്. അപ്പോൾ എന്തായാലും അതിന് റിട്ടേൺ കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുവാണ്. ഞങ്ങളിത് ഒരുപാട് ആഗ്രഹിച്ചെടുത്ത സാധനമാണ് കേട്ടോ. അല്ലെങ്കിലും ഇങ്ങനെയാണ്, എനിക്ക് എപ്പോഴും പണി കിട്ടുന്നതാണ്. ഇതുപോലെ ആഗ്രഹിച്ച് മേടിക്കുന്ന എന്തെങ്കിലും ഒരു സാധനത്തിന് എന്തെങ്കിലും ഒരു ഡാമേജ് വരാറുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ വന്നിട്ടുണ്ടോ എന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂ. അപ്പം ഭയങ്കര ഒരു നിരാശയായി പോയി. അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞത് ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇതിൽ നിന്ന് ഇനി എടുക്കണ്ട, ഓൺലൈനിൽ വേണ്ട, നമുക്ക് ഇനിയിപ്പോൾ ഇത് റിട്ടേൺ ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് കടയിൽ പോയി മേടിക്കാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം അങ്ങനെ മേടിക്കാനായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. ഇത് 5 ലിറ്ററിൻ്റെ കുക്കറായിരുന്നേ. പിന്നെ അത്യാവശ്യം നല്ല വെയിറ്റും നല്ല ക്വാളിറ്റിയൊക്കെ ഉള്ളതാണ്, സ്റ്റീലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം റേറ്റും കൂടുതലാണ്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ റിട്ടേൺ ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ എക്സ്ചേഞ്ച് ഒന്നും ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ കടയിൽ പോയിട്ട് ഡയറക്റ്റായിട്ട് പോയി നോക്കി മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. കുറച്ച് പഴയ പാത്രങ്ങളൊക്കെ നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ അതും കൂടിയൊക്കെ കൊടുത്തിട്ട് പുതിയതൊരെണ്ണം മേടിക്കാനുള്ളൊരു പ്ലാനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കും. ഈ വീഡിയോ ലാസ്റ്റ് വരെ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി ഫ്രൈഡേ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.